ഹായ് വ്യൂവേഴ്സ്, ഐ എം ജനുജി. അപ്പം നമ്മളിപ്പോഴൊരു 10-20 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇപ്പം തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ടാവും. കാരണം ഇതുവരെ നിങ്ങൾക്ക് പലരോടും ഇംഗ്ലീഷ് ചോദ്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ചോദ്യങ്ങളും അറിയില്ല, ഉത്തരങ്ങളും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് ആ സന്ദർഭങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടാവും, അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഇനി രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-20 ചോദ്യം ഒരാളോട് ചോദിക്കാവുന്ന, ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കാവുന്ന ഒരു ആത്മവിശ്വാസം കൂടി. ഇനി അത് നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഇനി തൊട്ടടുത്തുള്ള ഒരു കാര്യം കൂടി നടക്കും. അതായത് നിങ്ങൾക്ക് സ്വയം പരിചയപ്പെടുത്താൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയും. പരിചയപ്പെടുത്താൻ ചിലപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് പുതിയൊരു ക്ലാസ്സിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ടീച്ചർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ഒക്കെ വരുമ്പം യെസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള ചോദ്യം വരും. താങ്കളൊന്ന് ഓരോരുത്തർ പരിചയപ്പെടുത്തുന്നു. അന്നൊക്കെ പലപ്പോഴും നിങ്ങളുടെ കാൽമുട്ടൊക്കെ പറിച്ചിട്ടുണ്ടാവും. അതെന്താ നാവൊക്കെ ചിലപ്പം തൊണ്ടയൊക്കെ പറ്റിപ്പോയിട്ടുണ്ടാവും. കാരണം കൊണ്ട് അറിയാത്തത് കൊണ്ടുള്ളതാണ്. ആ ഒരവസ്ഥ ഇനി ഉണ്ടാവരുത്. എവിടെയാണെങ്കിലും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരു ചാൻസ് കിട്ടിയാൽ ധൈര്യമായിട്ട് അവിടെ കയറി ഷൈൻ ചെയ്തോളണം. അതിനാണ് ഈ ലെസൺസ് തരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഒരു 4 സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വീഡിയോയിൽ ഒരു 4 സെൻറ്റൻസ് പറയാൻ പഠിച്ചിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി വിപുലമാക്കുകയാണ്. എപ്പോഴും കുറച്ച് പഠിക്കുക, ആ അറിവ് കൂട്ടി കൊണ്ടുവരിക. അപ്പം നമുക്കത് കുറച്ചുകൂടി നന്നായിട്ട് എങ്ങനെ പറയാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഐ കോണ്ടാക്റ്റ്, നമ്മുടെ കണ്ണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഐ കോണ്ടാക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മൾ പറഞ്ഞ സ്മൈൽ, ലുക്ക് അറ്റ് ദ ഫേസ്, ലുക്ക് ഇൻ ടു ദ ഐസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. കണ്ണുകളിലേക്ക് നോക്കി, മുഖത്തേക്ക് നോക്കി, കണ്ണുകളിലേക്ക് നോക്കി, പുഞ്ചിരിയോടുകൂടി. അപ്പം നമ്മളൊരു സത്യത്തിൽ ഇപ്പം ഇനി സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രസംഗത്തിൻ്റെ ശൈലിയാണ്. അപ്പോൾ ഒരു പ്രസംഗിക്കുകയാണെന്നുള്ള ആ ഒരു ധൈര്യത്തിൽ നിൽക്കുക. ഇന്ന് വരെ മലയാളത്തിൽ സംസാരിക്കാത്തവരാണെങ്കിൽ, മലയാളത്തിൽ പ്രസംഗിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഇനി മലയാളത്തിലും പ്രസംഗിക്കാൻ വിഷമമുണ്ടാവില്ല, ഇംഗ്ലീഷിലും പ്രസംഗിക്കാൻ വിഷമമുണ്ടാവില്ല. അപ്പം പ്രസംഗിക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണെന്ന് ഓർക്കണം. സ്മൈൽ, ലുക്ക് അറ്റ് ദ ഫേസ്, ലുക്ക് ഇൻ ടു ദ ഐസ്. അത് കഴിഞ്ഞ് നമ്മൾ ഓഡിയൻസിന് മുമ്പിൽ ഓടിച്ചെന്ന് പ്രസംഗിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൈക്കിന് മുമ്പ് ചെന്ന് നിന്ന് എല്ലാം ഒന്ന് വീക്ഷിച്ച് ഒരു പുഞ്ചിരിയോടുകൂടി തുടങ്ങണം. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൈയാണ് നമുക്കൊരു പ്രശ്നമാകുന്നത്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു ലെക്ചർ അല്ലെങ്കിൽ പോഡിയം എന്ന് പറയും, അതായത് പ്രസംഗപീഠം ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ അതിലിങ്ങനെ പിടിച്ച് നിന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ചില സമയത്ത് അത് ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ കൈയൊക്കെ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ കൈ ഒന്നിൽ ഫ്രീ ആയിട്ട് കൈ വിട്ടേക്കുക, കൈ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. അതല്ലെങ്കിൽ ഒരു ജെൻറ്റിൽമാൻ പോസ്റ്ററാണ് ഇങ്ങനെ. കൈ ഇങ്ങനെ നമുക്കിങ്ങനെ 2 കൈ കൂടി ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പം തന്നെ നിങ്ങൾക്കറിയാം ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയതുപോലെ ഉണ്ടാകും. ഇല്ലെങ്കിൽ കൈ പുറകിൽ കെട്ടാം നിങ്ങൾക്ക്. പക്ഷെ ഒരിക്കലും കൈ ഇങ്ങനെ കെട്ടിക്കൊണ്ട് സംസാരിക്കരുത്. അത് ഇൻ്റർവ്യൂവിന് പോയാലും ശരി, നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണത്തിലാണെങ്കിൽ ശരി, ഒരിക്കലും ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് സംസാരിക്കരുത്. അതൊരു ബാഡ് പോസ്റ്ററാണെന്നാണ് പറയുന്നത്. അതായത് ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ടെന്നാണ് പറയുന്നത്. എന്നോടൊന്നും ചോദിക്കേണ്ട എന്നുള്ളൊരു ഒഴിഞ്ഞു മാറലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ കൈ കെട്ടിയിട്ട് നിൽക്കരുത്. കൈ കെട്ടിയിട്ട് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കരുത്. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ ആവാം, പക്ഷേ വേറൊരാളുടെ മുമ്പിലാകുമ്പം ഏറ്റവും അതായത് കൈ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചാൽ തന്നെ ആത്മവിശ്വാസം കൂടും. അല്ലെങ്കിൽ പുറകിൽ ഒരിക്കലും പോക്കറ്റിലൊന്നും കൈയിട്ട് നിൽക്കരുത്. അപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വയം പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇതൊരു ഫോർമൽ സിറ്റുവേഷനാണ്. ഒരു ക്ലാസ് റൂം ആണെങ്കിൽ ശരി, ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ഒക്കെ ഉള്ള സമയത്ത് ഒരു ഫോർമൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് നല്ലൊരു തുടക്കവും വേണം, ഒരു ഒടുക്കവും വേണം. എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം. അവിടെ അപ്പം നമുക്ക് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, അത് ബഹുമാന്യരായ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവരെ ആദ്യം പറഞ്ഞിട്ട് വേണം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്. അപ്പോൾ ഇതൊരു സ്ഥിരം പ്രയോഗമാണ്. നമ്മൾ മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട അങ്ങനെയല്ലേ നമ്മൾ തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രസംഗം തുടങ്ങുന്നത് കേട്ടിട്ടുണ്ട്. അതിന് തത്തുല്യമായിട്ട് നമുക്ക് ഇംഗ്ലീഷിലും പ്രയോഗിക്കാം. റെസ്പെക്റ്റഡ് ടീച്ചർ, ഇപ്പോൾ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചർ, ചിലപ്പം സ്കൂളിലാണെങ്കിൽ പ്രിൻസിപ്പൾ, ചില സ്ഥലത്ത് മാനേജർ, ചെയർപേഴ്സൺ, ഇങ്ങനെ പലരും ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ടീച്ചർ എന്ന് എടുക്കാം. റെസ്പെക്റ്റഡ് ടീച്ചർ, ഇതിപ്പോൾ ഒരു വിദ്യാർത്ഥികളുടെയാണ്. വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തേണ്ടതെന്നാണ്. റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എപ്പോഴൊക്കെ പറയണമെന്ന്. അപ്പോൾ രാവിലെയാണ് ഇത് നടക്കുന്നത് വെച്ചോളൂ. അപ്പം നമ്മൾ പറയുന്നത് റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്.
അല്ലാതെ അതൊരു ഒരേ ടോണിൽ പറഞ്ഞു പോകരുത്. റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറയരുത്. റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇങ്ങനെ ഒരു തട്ടായിട്ട് ഇങ്ങോട്ട് വരണം. റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ്. ഐ ആം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. ഐ ആം ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുകയാണ്. മൈസെൽഫ്, ഐ ആം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. അത് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇപ്പം നമ്മൾ വളയത്തിൻ്റെ ഉള്ളിലൂടെ ചാടി പഠിക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വളയമില്ലാതെ ചാടാം. പക്ഷെ തുടക്കത്തിൽ ഒരു ഡിസിപ്ലിൻ വേണം. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് മേ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഇങ്ങനെ അനേകം പ്രയോഗമുണ്ട്. ഇപ്പോൾ ഒറ്റയൊന്ന്. അപ്പോൾ 3 സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞു. റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ്. ഐ എം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ഐ ആം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ് എന്നാണ്. സോ ഐ ആം, അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പേരാണ് പറയേണ്ടത്. ഐ ആം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫിൽ ആദ്യം നിങ്ങളുടെ പേര് പറയണം. ഇപ്പം ഫാത്തിമ എന്നൊരു കുട്ടിയാണ് ഇവിടെ പറയുന്നത്. സോ ഐ ആം ഫാത്തിമ. അപ്പം നമ്മുടെ പേര് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നിൽ പറയാം ഐ ആം ഫാത്തിമ ഓർ മൈ നെയിം ഈസ് ഫാത്തിമ. രണ്ടും ശരിയാണ്. ചിലവർ മൈസെൽഫ് ഈസ് ഫാത്തിമ എന്നൊക്കെ പറയും. ഒരു ഭയങ്കര സ്റ്റൈലാക്കി പറയുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റൈലില്ല, അത് തെറ്റുമാണ്. ഇംഗ്ലീഷുകാർ ഒരിക്കലും അങ്ങനെ, നമുക്ക് അവരുടെ ഭാഷ അവരെങ്ങനെ പറയുന്നു എന്ന് നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെയോ ഒരു തെറ്റായ ഒരു രീതി ഇവിടെ വന്നു. കുട്ടികളൊക്കെ ചില സമയത്ത് പറയുന്ന കേൾക്കാം മൈസെൽഫ് ഈസ്. അങ്ങനെ ഒരു പ്രയോഗം ഇല്ല, ഇംഗ്ലീഷുകാർക്കില്ല. അപ്പം നമ്മൾ ആരോ ഇവിടുന്ന് കണ്ടെത്തിയതാണ്, അത് ഒഴിവാക്കുക. അതിന് പകരം ഐ ആം ഫാത്തിമ ഓർ മൈ നെയിം ഈസ് ഫാത്തിമ എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ തുടർച്ച വരുന്ന നോക്ക്. ഐ ആം ഫാത്തിമ ഫ്രം കാക്കവയൽ. അപ്പോൾ ഇവൾ കാക്കവയലുകാരിയാണ്. അപ്പം നമ്മളത് നേരത്തെ 2 സെൻറ്റൻസ് ആയിട്ടാണ് പഠിച്ചത്. ഐ ആം ഫാത്തിമ, ഐ ആം ഫ്രം കാക്കവയൽ. നമ്മളിതിനെ ഒരു ഫോർമൽ സിറ്റുവേഷനിൽ വന്നപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നാക്കി. ഐ ആം ഫാത്തിമ ഫ്രം കാക്കവയൽ. അപ്പോൾ ഒരു സെൻറ്റൻസായി. ഞാൻ കാക്കവയലുകാരിയാണ്, എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ക്ലിയർ ആയില്ലേ? കാക്കവയൽക്കാരിയായ ഫാത്തിമയാണ് ഞാൻ. ഇത് വേണമെങ്കിൽ ഒക്കെ പറയാം, പക്ഷെ സിമ്പിളാണ്. ഐ ആം ഫാത്തിമ ഫ്രം കാക്കവയൽ. അപ്പോൾ ഒരു സെൻറ്റൻസായി. ഇനി കുട്ടികളായതുകൊണ്ട് അവർക്ക് അവരുടെ പ്രായം പറയാം. ഐ ആം 12 years old. ഐ ആം 12 years old. നേരത്തെ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രായം പറയേണ്ട രീതി. ഐ ആം 12 years old. ഐ ആം 12 എന്ന് പറയാം, കുറച്ചുകൂടി നല്ലതാണ്. ഐ ആം 12 years old. ഐ ആം ഇൻ ദ 6th class. ഇപ്പം 12 വയസ്സുള്ള ഫാത്തിമ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഐ എം ഇൻ ദ 6th class. ഞാനിപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഇൻ ദ 6th class അറ്റ് ദ GHS കാക്കവയൽ. കാക്കവയലിലെ ഗവൺമെൻറ് സ്കൂളിൽ 6. അപ്പം നമ്മളവിടെ നിങ്ങൾ 2-3 സെൻറ്റൻസിന് ഒറ്റ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അത് നമുക്ക് എളുപ്പമാണ്. നമ്മൾ ഓരോന്നും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിലും ഏകദേശം 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതേ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ ഇതിൽ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞു കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം. ചെറിയ മക്കൾക്ക് 2-3 സെൻറ്റൻസ് അല്ലെങ്കിൽ 3-4 സെൻറ്റൻസ് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് പഠിപ്പിക്കാവൂ. അവരുടെ പേര്, അതുപോലെ തന്നെ അവരെവിടെയാണ്, അവരേത് ക്ലാസ്സിൽ, അത്രയും മതിയാവും. അല്ലാതെ ഇതിൽ പറയുന്ന എല്ലാ കാര്യവും ചെറിയ മക്കൾക്ക് വേണ്ട. അത് കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിലെത്തുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത് ഏകദേശം 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതേ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ മാതൃക ഇതാണ്. പക്ഷേ അതിൽ ഏതൊക്കെ കൊടുക്കണം എന്നുള്ളത് പാരൻസ് കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് കൂടിയുണ്ട്, അവർ കൂടി തീരുമാനിക്കണം. ഓക്കെ. അപ്പം കുട്ടികൾക്ക് പറ്റുന്നേ കൊടുക്കാവൂ, അജീർണം വരരുത്, കൂടുതൽ അങ്ങോട്ട് കൊടുക്കരുത്. ഇതൊക്കെ മുഴുവൻ ചെറിയ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. മക്കൾക്ക് 3-4 സെൻറ്റൻസ് മതി. അത് കഴിഞ്ഞ് പുതിയ ക്ലാസ്സിലേക്ക് ഉയർന്ന് പോകുമ്പോൾ ഫുള്ളായിട്ട് പഠിപ്പിക്കാം. സോ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഐ ആം 12 years old. ഐ ആം ഇൻ ദ 6th class അറ്റ് ദ GHS കാക്കവയൽ. അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞു. അപ്പം ക്ലാസ് കിട്ടി, അവളുടെ പ്രായം കിട്ടി, ക്ലാസ് കിട്ടി, സ്കൂൾ കിട്ടി. ഇനിയാണ് ഹോബീസ് പറയേണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ ചോദ്യോത്തരത്തിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഫാത്തിമയുടെ ഹോബി വായനയാണ്. സോ ഫാത്തിമ എന്താ പറയുന്നത്? ഐ ലൈക്ക് റീഡിങ് ഇൻ മൈ ഫ്രീ ടൈം. ഐ ലൈക്ക് റീഡിങ് ഇൻ മൈ ഫ്രീ ടൈം. ആ റീഡിങ്ങിന് പകരം നിങ്ങൾക്ക് പലതും പറയാം. പ്ലേയിങ് ചെസ്, പ്ലേയിങ് ക്രിക്കറ്റ് ഓർ സ്വിമ്മിങ്. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കുന്നതാണ് ലിസണിങ് ടു മ്യൂസിക്. ലിസണിങ് കഴിഞ്ഞാൽ ഒരു 2 വേണം. ലിസണിങ് ടു മ്യൂസിക്. ഇങ്ങനെ എന്ത് വേണമെങ്കിലും അവിടെ ചേർക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ അംബീഷൻ പറയണം. അപ്പം ഫാത്തിമ പറയുന്നത് ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് ടീച്ചർ.
ഏറ്റവും നല്ല ഒരു അധ്യാപികയാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എപ്പോഴും ബെസ്റ്റ് ചേർക്കാം, വിട്ടുപോകരുത്. ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് ടീച്ചർ, ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ. എന്താണോ നിങ്ങൾക്ക് ആയിത്തീരേണ്ടത് അത് ഫുള്ളായിട്ട് പറയണം. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു പാരഗ്രാഫ് കഴിഞ്ഞു, രണ്ടാമത്തെ പാരഗ്രാഫും കഴിഞ്ഞു. ആദ്യത്തെ പാരഗ്രാഫിലാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ഐ എം ഇൻട്രൊഡ്യൂസിങ് മൈ സെൽഫ്. ഒന്നാമത്തെ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഐ ആം ഫാത്തിമ ഫ്രം കാക്കവയൽ, ഐ ആം 12 years old, ഐ ആം ഇൻ ദ 6th class at the GHS Kakavayal. I am in the 6th class at the GHS Kakavayal. I like reading in my free time. I want to be a best teacher. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫും കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ ചോദ്യമാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കഴിഞ്ഞത്. ഇനി സെക്കൻഡ് പാർട്ടാണ് ടെൽ മീ അബൌട്ട് യുവർ ഫാമിലി. കുടുംബത്തെക്കുറിച്ച് പറയണം. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുന്നത്? അതിനാണ് നമ്മൾ HAV ഹാവ് നേരത്തെ പഠിച്ചത്. ഹാവ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഐ ഹാവ് 4 members in my family. ഫാത്തിമ പറയാണ് ഐ ഹാവ് 4 members in my family. My father, mother, brother and myself. അവസാനമാണ് മൈസെൽഫ് വരുന്നത്. എന്താണ് പറഞ്ഞത്? മൈ ഫാദർ. ഒറ്റ തവണ മൈ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. മൈ ഫാദർ, മദർ, ബ്രദർ ആൻഡ് മൈസെൽഫ്. കഴിഞ്ഞു. ഇനി ഫാദറെ കുറിച്ച് പറയണം. മൈ ഫാദർ ഇസ് എ പോലീസ് ഓഫീസർ, മൈ മദർ ഇസ് എ ഹോം മേക്കർ. ഇപ്പം രണ്ട്, അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറഞ്ഞു. മൈ ഫാദർ ഇസ് എ പോലീസ് ഓഫീസർ, മൈ മദർ ഈസ് എ ഹോം മേക്കർ. അമ്മ വീട്ടമ്മയാണ്, അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് രണ്ടും പറഞ്ഞു. മൈ ബ്രദർ ഈസ് ആൻ LKG സ്റ്റുഡൻറ്റ്, മൈ ബ്രദർ ഈസ് ആൻ LKG സ്റ്റുഡൻറ്റ്. അനിയൻ LKG ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ മൂന്നാമത്തെ പാരഗ്രാഫും കഴിഞ്ഞു. ഇനി നമുക്കിത് കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തുടക്കമുണ്ടെങ്കിൽ അതിനൊരു ഒടുക്കം കൂടി വേണം. അപ്പം നമ്മൾ പറയാണ് ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അത് അവസാനിപ്പിക്കുകയാണെന്നാണ്. ഉപസംഹരിക്കുക. മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയാം, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, അതായത് അവസാനിപ്പിക്കുകയാണ്. സോ അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ്. ഇവിടെയും നിങ്ങൾക്ക് മേ ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്, ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്, ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ്. ഇങ്ങനെ പല പ്രയോഗമുണ്ട്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ്. താങ്ക് യു. ആ താങ്ക് യു വിട്ടുപോകരുത്. കാരണം ഇതുവരെ കേട്ടിരുന്നതിന് നിങ്ങളൊരു നന്ദി പറയണം. താങ്ക് യു. ഇനി ഇത് രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഹാവ് എ നൈസ് ഡേ. ഹാവ് എ നൈസ് ഡേ. വൈകുന്നേരമാണെങ്കിൽ ഹാവ് എ നൈസ് ഈവനിങ് പറയും. ഇപ്പോൾ ഇത് ഹാവ് എ നൈസ് ഡേ. കഴിഞ്ഞു. ഇത്രയുമാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വിദ്യാർത്ഥികൾക്കും ഏതൊരു വിദ്യാർത്ഥി ആയിക്കോട്ടെ അവർക്കൊക്കെ പഠിക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് പഠിക്കുക, ആവർത്തിച്ച് പഠിക്കുക. എന്നിട്ട് നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിലൊക്കെ ചെന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പലതവണ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് വീട്ടിലുള്ളവരോട് ആദ്യം ഇത് പറഞ്ഞു കൊടുക്കുക. അച്ഛൻ, അമ്മ ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ നിങ്ങളൊരു 4-5 തവണ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അറിയാതെ പിന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചിട്ടുണ്ടാവും. കാരണം എന്താ? നേരത്തെ നിങ്ങൾക്ക് 10-20 ചോദ്യങ്ങൾ പഠിച്ചു. ഇപ്പം നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും കൂടി പഠിച്ചു കഴിഞ്ഞു. അപ്പം അത്രയധികം വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആവർത്തിച്ച് നോക്കുക, ഇത് പഠിക്കുക. ഇത് പഠിച്ചിട്ട് നിങ്ങൾ ഇത് ജീവിതത്തിൽ എവിടെയൊക്കെ സന്ദർഭം കിട്ടുമോ, ഇനി ഒരിക്കലും എസ്കേപ്പിസം പറ്റില്ല, ഒളിച്ചോടരുത്. ശരിക്കും അവിടെ നിന്നുകൊണ്ട് സംസാരിക്കാൻ കിട്ടുന്ന എല്ലാ അവസരവും, ഒരു വിദേശിയെ കണ്ടു കഴിഞ്ഞാൽ കയറി അങ്ങോട്ട് ഹെഡ് ചെയ്ത് സംസാരിക്കുക. അതുപോലെ സുഹൃത്തുക്കളായിട്ടും ആരുമായിട്ടാണ് സംസാരിക്കാനുള്ള സന്ദർഭവും സെൽഫ് ഇൻട്രൊഡക്ഷനുള്ള സന്ദർഭം കിട്ടിയാൽ ഒരിക്കലും ആ സന്ദർഭം നമ്മൾ വിനിയോഗിക്കാതിരിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.